സാമ്പത്തിക പ്രതിസന്ധിയിലായ കേരളത്തിൽ 15 ചാൻസലർമാർ വരുന്നു. മന്ത്രിയുടെ മുകളിലുള്ള പദവിയാണ്. അപ്പോൾ അതനുസരിച്ചാവും എല്ലാം. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ ഒന്നും കൊടുക്കാതെ ഈ പദവിയിലേക്ക് നിയമിക്കാം എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നതെങ്കിലും നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർ ഒപ്പിട്ട് നിയമമായാൽ കോടികളുടെ അധിക ചിലവാണ് നാടിനുണ്ടാവുക. നമ്മുടെ MLA-മാരടക്കമുള്ള ജനപ്രതിനിധികളെല്ലാം രാജ്യസേവനത്തിന് ഇറങ്ങിയവരല്ലേ? ഇന്ന് എത്രയാണ് അവരുടെ പ്രതിഫലം? അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സർവകലാശാലയ്ക്ക് ഒരു പൈസ ചിലവില്ലാതെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന പണിക്ക് കോടികളുടെ അധിക ചിലവ് വരുത്തുന്ന സർക്കാർ നടത്തുന്നത് ധൂർത്തല്ലാതെ എന്താണ്? ഈ മാറ്റം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് എന്ത് പുരോഗതിയാണ് ഉണ്ടാവുക? പിണറായി സർക്കാർ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വൽക്കരണം സർവകലാശാലകളിലൂടെ നടപ്പാക്കുന്നതിന് നാട്ടുകാരുടെ നികുതി പണം പാഴാക്കുന്നു. മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെ പോലും കാണുമ്പോൾ ഭയന്ന് എഴുന്നേറ്റു നിൽക്കുന്ന ചാൻസലർ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ കഥ നോക്കുക. ലക്ഷങ്ങളാണ് പ്രതിഫലം. യാത്രാകൂലി, വാഹനം, വീട്, അങ്ങനെ പലതും. അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമെങ്കിലും ചാൻസലർക്ക് വേണ്ടിവരില്ലേ? പണ്ട് കോളേജ് അധ്യാപകർക്ക് UGC നടപ്പാക്കിയപ്പോൾ അതിലൂടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിന് വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വലിയ പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്തുണ്ടായി എന്ന് ആർക്കെങ്കിലും അറിയാമോ? ചാൻസലറുടെ വലിയ പദവിക്ക് അനുസരിച്ചുള്ള സംവിധാനങ്ങൾ സാവകാശം ഉണ്ടാക്കും. പേഴ്സണൽ സ്റ്റാഫിൽ 30 പേർ. പാർട്ടി പറയുന്നവർക്ക് അവിടെ നിയമനം. 2 വർഷം കഴിഞ്ഞാൽ അവർക്കും പെൻഷൻ. പിൻവാതിലിലൂടെ പദവികളെല്ലാം തട്ടിയെടുക്കാനുള്ള ലാക്കും ഇതിന് പിന്നിലില്ലേ? വല്ലാത്ത പുരോഗമനം തന്നെ. നാട് പുരോഗമിക്കുന്നില്ല എന്ന് ആർക്ക് പറയാനാവും? ഗവർണറെ മാറ്റണം എന്ന നിർബന്ധമാണെങ്കിൽ 15-ന് പകരം ഒരാൾ മതി എന്ന പ്രതിപക്ഷ നിർദ്ദേശം പോലും സർക്കാർ സമ്മതിച്ചില്ല. ചിലവ് വിഷയമല്ല. ചാൻസലർക്ക് പ്രായപരിധിയില്ല. പടുവൃദ്ധരെയും നിയമിക്കാം. വിദ്യാഭ്യാസ യോഗ്യതയില്ല. വിദ്യാഭ്യാസ വിചക്ഷണൻ മതി. അത് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും സെർച്ച് കമ്മിറ്റിയും. ആദ്യം മന്ത്രിസഭ തീരുമാനിക്കാനായിരുന്നു പരിപാടി. അവസാനം അത് മാറ്റി. പക്ഷേ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേരുന്നതോടെ സർക്കാർ ആഗ്രഹിക്കുന്നത് തന്നെ നടത്താമല്ലോ. പ്രതിപക്ഷ നേതാവിന് വിയോജനക്കുറിപ്പ് എഴുതാം. മുൻ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കണം എന്ന് പ്രതിപക്ഷം പറഞ്ഞതും സർക്കാർ സമ്മതിച്ചില്ല. ഏതൊക്കെയോ വിചക്ഷണന്മാർ ഇപ്പോഴേ മനസ്സിലുണ്ട്. പുതിയ ചാൻസലറുടെ സേവന വേതന വ്യവസ്ഥകൾ ബിൽ പറയുന്നില്ല. പ്രതിഫലം കൊടുക്കാതെ ആളെ കിട്ടും എന്നാണ് പറയുന്നത്. സ്റ്റാഫിനെ സർവകലാശാല കൊടുക്കണം. ഗവർണർ ഒപ്പിടുമോ ആവോ? രാഷ്ട്രപതിക്ക് അയക്കുമെന്നാണ് കേൾക്കുന്നത്. ഇത്തരം നിയമനം പല സംസ്ഥാനത്തും പാസ്സായെങ്കിലും ഗുജറാത്തിലല്ലാതെ എവിടെയും ഗവർണറുടെ അംഗീകാരത്തോടെ നിയമമായതായി അറിയില്ല. സംസ്ഥാനം മുമ്പ് ഒരിക്കലും അനുഭവിക്കാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതായി ധനമന്ത്രി നിയമസഭയെ അറിയിച്ച നാളുകളിലും നടക്കില്ലെന്ന് ഉറപ്പുള്ള സിൽവർ ലൈനു വേണ്ടി ചിലവാക്കിയത് 60 കോടി. ആരുടെ പണം? ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും മന്ത്രിമാരുടെ വ്യക്തിപരമായ ചിലവുകൾ കുതിക്കുകയല്ലേ? അവരാരും പ്രതിഫലം നോക്കി വന്നവരല്ലല്ലോ. 2021 മെയ്യിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ റെസ്റ്റ് റൂമുകൾ പണിയുവാൻ മരാമത്ത് വകുപ്പ് അനുവദിച്ചത് 98 ലക്ഷം രൂപ. അന്ന് അധികാരികൾ പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ 2335.57 ചതുരശ്ര അടി കൂടി പുതുതായി നിർമ്മിക്കുന്നതിനാണ് ഈ തുക എന്നാണ്. ഇത്തരം ആവശ്യമൊക്കെ വൃദ്ധനായ ചാൻസലർക്കും കൊടുക്കേണ്ടത് മനുഷ്യത്വമല്ലേ? 2022 ജൂണിൽ ക്ലിഫ് ഹൗസിൽ കന്നുകാലിക്കൂട് ഉണ്ടാക്കുവാൻ 42.90 ലക്ഷം രൂപ. 2022 ഡിസംബറിൽ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വയ്ക്കുവാൻ 25 ലക്ഷം രൂപയും. 2-നില കെട്ടിടമാണ് ക്ലിഫ് ഹൗസ്. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം ഉണ്ടാക്കുന്നതിനെ കുറ്റപ്പെടുത്തിയ സഖാക്കളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുവാൻ കിയ കാർണിവൽ കാർ വാങ്ങിയതിന് 33.31 ലക്ഷം രൂപ കൊടുത്തു. അത് കൂടിപ്പോയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഗാന്ധി ബോർഡ് വൈസ് ചെയർമാൻ ജയരാജന് സഞ്ചരിക്കുവാൻ 35 ലക്ഷത്തിന്റെ കാർ വാങ്ങിച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന വാഹന വ്യൂഹവും ജനങ്ങളെ അമ്പരപ്പിക്കുന്നുണ്ട്. പിണറായി എന്നെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടാൽ എങ്ങനെ ജീവിക്കും എന്നാണ് ജനങ്ങളുടെ സംശയം. മുഖ്യമന്ത്രിയുടെ യാത്രകളുടെ ചിലവും വിസ്മയിപ്പിക്കുന്നതാണ്. 6.5 വർഷത്തെ ഭരണത്തിനിടെ അദ്ദേഹവും മന്ത്രിമാരും നടത്തിയത് 85 വിദേശയാത്രകൾ. മുഖ്യമന്ത്രി നടത്തിയത് 15 വിദേശയാത്രകൾ. ഈ ഇനത്തിൽ അദ്ദേഹം 43.23 ലക്ഷം രൂപ സർക്കാരിൽ നിന്നും വാങ്ങി. അടുത്തിടെ നടത്തിയ ലണ്ടൻ സന്ദർശനത്തിന് 43 ലക്ഷം രൂപ ചിലവായതായി വിവരാവകാശ രേഖ പ്രകാരം വെളിപ്പെട്ടു.
ഹോട്ടൽ താമസത്തിന് 28.54 ലക്ഷവും യാത്രയ്ക്ക് 22.38 ലക്ഷവും എയർപോർട്ട് ലോഞ്ചിന് 2.21 ലക്ഷവും ചിലവായി. ഇന്ത്യയുടെ ലണ്ടൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ നിന്നുമാണ് കേരളം ഒളിച്ചുവെക്കുന്ന ഈ വിവരം ബിസിനസ് സ്റ്റാൻഡേർഡിന് ലഭിച്ചത്. പൊതുപദവികൾ വഹിക്കുന്നവർക്കു വേണ്ടി ഇത്രയും കരുതലുള്ള നാട്ടിലാണ് 15 ചാൻസലർമാർ കൂടി വരുന്നത്. എല്ലാവരും സർക്കാർ വിലാസം നോമിനികളാവുന്നതുകൊണ്ട് പാർട്ടിക്ക് നല്ല ലെവി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്വഭാവദൂഷ്യം ഉൾപ്പെടുന്ന കുറ്റം ചെയ്തതിന് കോടതി തടവ് ശിക്ഷ വിധിക്കുന്ന ആളിനെ ചാൻസലർ പദവിയിൽ നിന്നും സർക്കാരിന് നീക്കം ചെയ്യാം. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയോ അന്വേഷണം നടത്തി കേസ് തെളിയിക്കണം പോലും. ആരെയാവുമോ സർക്കാർ ചാൻസലറാക്കുവാൻ ഉദ്ദേശിക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കേരളം വിടും. എന്നാൽ നാം എടുക്കുന്ന ഈ ബാധ്യതയോ? ജനാധിപത്യ മുന്നണിക്ക് ഒന്നിച്ചു നിന്ന് സർക്കാരിനെ നേരിടാനായില്ല. കോൺഗ്രസ് ലീഗിന് മുന്നിൽ വല്ലാതെ കീഴടങ്ങി. ചാൻസലറെ മാറ്റാൻ സമ്മതിക്കില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പരസ്യമായി പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നു. സതീശൻ പറഞ്ഞു, നിയമം പാസ്സായാൽ വൈസ് ചാൻസലർ നിയമനം പോലെ കാര്യങ്ങൾ വരും. എന്നിട്ടും എല്ലാം വിഴുങ്ങി. ലീഗാണ് ജനാധിപത്യ മുന്നണിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെടുന്നു. ലീഗിനെ സുഖിപ്പിക്കാൻ കോൺഗ്രസ് വാക്കുമാറ്റുന്നു. നിയമമന്ത്രി P രാജീവ് തന്നെ അക്കാര്യം നിയമസഭയിൽ പറഞ്ഞു. ലീഗ് പറയുന്നതിൽ വർഗീയ രാഷ്ട്രീയമുണ്ട്. ഷാബാനു കേസിൽ കോൺഗ്രസിനെ എതിർത്തവനാണ് ആരിഫ്. പൗരത്വ നിയമ ഭേദഗതി കാര്യത്തിലും ആരിഫ് മുസ്ലിം തീവ്രവാദികൾക്ക് എതിരാണ്. ഈ മൂടുപടം കാട്ടി പിണറായിക്ക് ഇവിടെ സ്വസ്ഥമായി ഭരിക്കണം. അദ്ദേഹം അതുകൊണ്ട് മുസ്ലിം പ്രമാണിമാർ പറയുന്നത് വല്ലാതെ അനുസരിക്കുന്നുണ്ട്. നാട്ടിൽ ഹിന്ദു വർഗീയത വളർത്തുന്നത് ഈ മതേതരത്വമാണ്. കോൺഗ്രസിൽ നിന്നും മാത്രമല്ല CPM-ൽ നിന്നും ഹിന്ദുക്കൾ BJP-യിൽ എത്തുന്ന കാലം ആസന്നമാണ്. EMS-ഉം VS-ഉം ഒക്കെ മുന്നറിയിപ്പ് നൽകിയതുപോലെയാണ് മുസ്ലിം പ്രീണനത്തിലൂടെ സംഭവിക്കുന്നത്. BJP വളരും. അവർ അധികാരം പിടിച്ചാൽ പിന്നെ കോൺഗ്രസ് പോലല്ല. ഗുജറാത്തിൽ 7ാം വട്ടമാണ് BJP ജയിക്കുന്നത്. മോർബി തൂക്കുപാലം തകർന്ന് 50 പേർ മരിച്ചത് സർക്കാരിന്റെ വീഴ്ചയായിട്ടും മദ്യദുരന്തത്തിൽ 50 പേർ മരിച്ചിട്ടും അവർ അധികാരം നിലനിർത്തി. ആ ലൈൻ തന്നെയാവും പിണറായിയും നോക്കുന്നത്. ശക്തമാകും. അദ്ദേഹം മുസ്ലിമുകളെ പ്രീണിപ്പിച്ച് അധികാരം നിലനിർത്തുവാൻ നോക്കുന്നു. പക്ഷേ കൃത്യമായ ലക്ഷ്യം വെച്ച് കളിക്കുന്ന മുസ്ലിം തീവ്രവാദികൾ കൃത്യസമയത്ത് തനിനിറം കാണിക്കും. ഏകീകൃത വ്യക്തി നിയമത്തിനെതിരെ ലീഗ് പ്രതിനിധിയുടെ നിലപാട് ഖുറാനിലെ വിലക്കാണ്. സ്ത്രീക്ക് പുരുഷനുള്ളതിന്റെ പകുതി സ്വത്താണ് ഖുറാൻ വ്യവസ്ഥ ചെയ്യുന്നത്. ഈ വാദം അംഗീകരിച്ചാൽ വേദങ്ങൾ പറയുന്ന ജാതി വ്യവസ്ഥയും ഉച്ചനീചത്വങ്ങളും തിരിച്ചു കൊണ്ടുവരേണ്ടി വരില്ലേ? മനുസ്മൃതി പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന വാദവും അംഗീകരിക്കപ്പെടേണ്ടി വരുമോ? ശബരിമലയിൽ വിലക്ക് ലംഘിച്ച് സ്ത്രീകളെ കയറ്റാൻ ഇടതുപക്ഷം കാണിച്ച ആവേശം ഇവിടെയാണ് ചേർത്ത് വായിക്കേണ്ടത്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഷാബാനു കേസിൽ കാണിച്ച മുസ്ലിം പ്രീണനത്തിനുള്ള ആവേശം ഹിന്ദുക്കൾ കൂട്ടത്തോടെ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേക്കേറാൻ കാരണമായി. ഇനി തിരിച്ചു വിധം ജനം കോൺഗ്രസ് വിട്ടു. മുസ്ലിം പ്രീണനത്തിലൂടെ CPM-ഉം ആ ദുരന്തത്തിലേക്കാണ് നടക്കുന്നത്. സർക്കാർ നടത്തിയ എത്ര വിദ്യാഭ്യാസ പ്രഖ്യാപനങ്ങളാണ് മുസ്ലിം എതിർപ്പിൽ ഇല്ലാതായത്? ഒന്നാമത്തേത് ജെൻഡർ ന്യൂട്രൽ ഡ്രസ്. എത്ര ആവേശത്തോടെയാണ് മന്ത്രി ശിവൻകുട്ടി അതിനെ ന്യായീകരിച്ചിരുന്നത്. അവസാനം വിഴുങ്ങി. ഖുറാൻ പഠനത്തിന് മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്തത് കൂടിയാണ് ഈ പരിഷ്കാരം എന്നാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പറയുന്നത്. ശിവൻകുട്ടിക്കും അത് മനസ്സിലായി. ലീഗ് വളരെ ശക്തമായി ആ നീക്കത്തെ എതിർത്തു. ഖുറാന് എതിരാണ് കാര്യങ്ങൾ എന്നുവരെ വിശദീകരിച്ചു. ഒരു വിമാനത്തിലോ തീവണ്ടിയിലോ ഒക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചിരിക്കുന്നില്ലേ എന്ന സഖാക്കളുടെ ചോദ്യത്തിന് കുറെ സമയം ഒന്നിച്ചിരിക്കുന്നത് പോലെയാണോ ക്ലാസ്സിൽ ഒന്നിച്ചിരിക്കുന്നത് എന്നായി മറുചോദ്യം. സ്വയംഭോഗവും സ്വവർഗഭോഗവുമാണ് സർക്കാർ പഠിപ്പിക്കുന്നത് എന്ന് ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. അതോടെ സർക്കാർ മുട്ടുമടക്കി. കണ്ണൂരിലെ UDF യോഗത്തിൽ ഡിസംബർ 13-ന് ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താനി നടത്തിയ പ്രസംഗം വലിയ വിവാദമായി. സ്വയംഭോഗവും സ്വവർഗഭോഗവും സർക്കാർ പഠിപ്പിക്കുവാൻ നോക്കുന്നു എന്നുവരെ രണ്ടത്താനി പറഞ്ഞു. കോൺഗ്രസിലെ തീവ്രവാദികൾക്ക് മിണ്ടാനാവാത്ത നിലയാണ്. ഇപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾ മിടുക്കുകളായത് ഒന്നിച്ചിരുന്നിട്ടാണോ എന്ന ലീഗ് നേതാവിന്റെ ചോദ്യം ഉത്തരമില്ലാത്തതാണ്. ഒന്നിച്ചിരുന്നാൽ കൂടുതൽ എന്ത് നേടും എന്ന് ആർക്കും പറയാനും ആവുന്നില്ല. സ്കൂൾ സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കും എന്ന നിർദ്ദേശവും മന്ത്രി വിഴുങ്ങി. ക്ലാസ് ടൈം ലീഗ് എതിർത്തു.
പാഠപുസ്തകങ്ങളിലെ സിലബസ് തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് ചരിത്രം ക്രൈസ്തവ വിരുദ്ധമായി തമസ്കരിക്കുന്നു? കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലാകെ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ക്രൈസ്തവർ ചിത്രത്തിൽ ഇല്ലാതെ വരുന്നു. സ്കൂൾ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ഈഴവർക്ക് വിദ്യാലയങ്ങൾ കൊടുത്തതും വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുവാൻ പട്ടികജാതിക്കാർക്ക് ഭക്ഷണം നൽകി പഠിപ്പിച്ചതുമായ ചരിത്രവും തമസ്കരിക്കപ്പെടുന്നു. ഇതിനെല്ലാം സർക്കാർ തന്നെ ഒത്താശ ചെയ്യുന്നു. സർക്കാരിനെതിരെ പറയുന്നവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭീഷണി. കേസും കോടതിയും സർക്കാരിന് പണച്ചിലവോ സമയനഷ്ടമോ ഉണ്ടാക്കുന്നില്ല. ജനങ്ങളുടെ നികുതി പണം എടുത്ത് കേസ് നടത്താം. കേസും കോടതി കയറ്റവും ഉണ്ടാക്കുന്ന പണച്ചെലവും ബുദ്ധിമുട്ടുകളും ഭയപ്പെടുന്നവർ വായടയ്ക്കുമെന്ന് ശിവൻകുട്ടി കരുതുന്നു. പോലീസ് കേസുകളുടെ മഹാപ്രളയത്തിലൂടെ വിഴിഞ്ഞത്തെ പാവം മത്സ്യത്തൊഴിലാളികളെ നിശബ്ദരാക്കാനായതിന്റെ ഓർമ്മയാണ് ശിവൻകുട്ടിക്ക്. മൂന്നാം ഊഴം ലക്ഷ്യം വെച്ചുള്ള മുന്നണി വിപുലീകരണത്തിന് CPM തുടക്കം കുറിക്കുന്നു. അതിന്റെ ആദ്യ വെടിയാണ് ലീഗ് വർഗീയ ശക്തി അല്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ പുതിയ പ്രഖ്യാപനം. അത് മനസ്സിലായ CPIയുടെ നേതാവ് കാനം രാജേന്ദ്രൻ അതിന് തടയിടാനുള്ള, അല്ല അത് സംഭവിച്ചാൽ CPIക്ക് പരിക്കേൽക്കാതിരിക്കാനുള്ള കരുക്കൾ വളരെ തന്ത്രപൂർവ്വം നീക്കി തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സ്ഥിരം ശത്രു ഉണ്ടെന്ന് കാനം പറയുന്നു. ചരിത്രം അറിയാതെയല്ല കാനം ഇത് പറയുന്നത്. കോൺഗ്രസുമായി ചേർന്ന് മുഖ്യമന്ത്രിയായി ഭരിച്ച പാർട്ടിയാണ് CPI. അച്യുതമേനോനും PKVക്കും MNനും TVക്കും ബലറാമിനും PS-നും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ബോധം ഇപ്പോൾ കാനത്തിന് ഉണ്ടാകുന്നു. 1967 മുതൽ അവർ ലീഗിന്റെ കൂടെയും കൂടിയവരാണ്. 1969 ഭാരതത്തിൽ ആദ്യമായി ലീഗിന് ആഭ്യന്തര വകുപ്പ് കൊടുത്തത് അച്യുതമേനോനാണ്. ലീഗിന് മലപ്പുറം ജില്ല കൊടുത്ത സർക്കാരിലും അവരുണ്ടായിരുന്നു. ആ CPIക്ക് ആരാണ് സ്ഥിരം ശത്രു എന്ന് പറയേണ്ടത് കാനം തന്നെയാണ്. അതുപോലെ പ്രതിപക്ഷ മുന്നണിയിലെ ഒരു പാർട്ടിക്ക് എന്തിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു എന്ന കാനത്തിന്റെ ചോദ്യം തീർത്തും നിർമ്മലമല്ല. ലീഗ് വന്നാൽ CPIക്ക് ഉണ്ടാകുന്ന അപകടം അദ്ദേഹത്തിന് അറിയാം. ലീഗ് വന്നാൽ കാനം പാർശ്വവൽക്കരിക്കപ്പെടും. ഏതു മുന്നണിയിൽ നിന്നാലും തങ്ങളുടെ കാര്യങ്ങൾ നേടുമെന്നല്ലാതെ മുന്നണിക്ക് പ്രശ്നമുണ്ടാക്കുന്നവരല്ല. ജനകീയ സമരങ്ങളിൽ പങ്കാളികളായതിന് പ്രതികളാക്കപ്പെട്ടവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സിൽവർ ലൈൻ വിഴിഞ്ഞം സമരങ്ങളിൽ പങ്കെടുത്ത സാധാരണക്കാരുടെ കാര്യമാണ് ഇതെന്ന് ഓർക്കണം. പാർട്ടി സഖാക്കൾക്ക് പാർട്ടി സംവിധാനങ്ങളുണ്ട്. കേസ് നടത്താനും കോടതി വരാന്തകളിൽ സമയം ചിലവഴിക്കാനും. പക്ഷേ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്തവരെ ജീവിക്കുവാൻ അനുവദിക്കാത്ത സമീപനമാണ് പിണറായി സർക്കാർ കൈക്കൊള്ളുന്നത്. ഓർക്കുക, ഡൽഹിയിലെ കർഷക സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയെല്ലാം എടുത്ത കേസുകൾ പിൻവലിക്കപ്പെട്ട നാട്ടിലാണ്. വിധിക്കുക ആരാണ് ഭേദം? തോറ്റിട്ടും കേസുകൾ പിൻവലിച്ച മോദിയോ പിണറായിയോ? സിൽവർ ലൈൻകാർ മുന്നോട്ടാണ്. സമരത്തിന്റെ ഭാഗമായി ബഡ്ജറ്റ് കാലത്ത് 1 ലക്ഷം പേർ നിയമസഭ വളയുന്നു. സിൽവർ ലൈനിൽ കേന്ദ്രവും കേരളവും ഏറ്റുമുട്ടുന്നു. കേന്ദ്രമന്ത്രി V മുരളീധരൻ പറയുന്നത് പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാൻ മാത്രമാണ് കേന്ദ്രം പറഞ്ഞത്. ആ അനുവാദം ഉപയോഗിച്ചാണ് ജനങ്ങളുടെ 60 കോടി പാഴാക്കിയത്. ഇപ്പോൾ എല്ലാം നിർത്തി. എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറയാനുള്ള സത്യസന്ധത കാണിക്കുന്നില്ല. പദ്ധതി പ്രദേശമായി വിജ്ഞാപനം ചെയ്യുകയും മഞ്ഞക്കല്ലിട്ട് വേർതിരിക്കുകയും അതിലൂടെ ഭൂമിയുടെ വില 0 ആക്കുകയും ചെയ്ത ഉത്തരവ് പിൻവലിക്കുന്നില്ല. ജനങ്ങളുടെ വേദന ഉൾക്കൊള്ളാൻ സർക്കാരിന് സാധിക്കുന്നില്ല. വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്തതിന് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് അടക്കം 3000 പേർക്കെതിരെയാണ് കേസ്. വധശ്രമമാണ് കുറ്റം. സമരം നിർത്തിയിട്ടും കേസ് പിൻവലിക്കില്ലത്രേ. 2015 മാർച്ച് 13 കേരള നിയമസഭ അടിച്ചു തകർത്ത കേസിലെ പ്രതികളായ ഇടതുമുന്നണി MLA-മാരായിരുന്ന ശിവൻകുട്ടി, ജയരാജൻ, KT ജലീൽ, K സഹദേവൻ, K അജിത് എന്നിവർക്കെതിരായ കേസ് പിൻവലിക്കുവാൻ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് സുപ്രീം കോടതി വരെ പോയ സർക്കാരാണ് ഇപ്പോൾ ജനകീയ സമരത്തോട് ഈ സമീപനം എടുക്കുന്നത്. നിയമസഭയിൽ അവർ നടത്തിയത് ശരിക്കും കലാപമായിരുന്നു. 2,20,093 രൂപ നഷ്ടം ഉണ്ടായി. പോലീസ് കേസായി. അപ്പോഴാണ് ഇടതുമുന്നണി വരുന്നത്. 2018 ജൂലൈയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് പിൻവലിക്കുവാൻ കോടതിയുടെ അനുമതി തേടി. 2020 സെപ്റ്റംബറിൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുമതിക്കുള്ള അപേക്ഷ തള്ളി. അപ്പീൽ പോയി. 2021 മാർച്ചിൽ ഹൈക്കോടതി അപ്പീൽ തള്ളി. 2021 ജൂലൈ 28 DY ചന്ദ്രചൂഡും MR ഷായും ചേർന്ന സുപ്രീം കോടതി ബെഞ്ചും അപ്പീൽ തള്ളി. ജനകീയ സമരം നയിച്ചവരുടെ ജീവിതം പരമാവധി ബുദ്ധിമുട്ടിക്കുക, പാസ്പോർട്ടിനും മറ്റും തടസ്സമുണ്ടാക്കുക,
ജോലി കിട്ടാൻ തടസ്സമുണ്ടാക്കുക, പോലീസിനെ ഉപയോഗിച്ച് നശിപ്പിക്കുക. ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരത. അളമുട്ടിക്കുന്ന അവസ്ഥ. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കലാപകുറ്റം. ഡിസംബർ 14 പ്രതികളിൽ ഒരാളായി നിഹാരിക. നവീൻ കിഷോർ ചോര തുപ്പി. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നഗ്നപകൽ നേരത്ത് മയക്കം സിനിമ ബുക്ക് ചെയ്തിട്ടും സീറ്റ് കിട്ടാത്തവർ പ്രതിഷേധിച്ചു. സ്വപ്ന സുരേഷ് കേസിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പറഞ്ഞ വിവരങ്ങൾ പച്ചക്കള്ളമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞതാണ് കള്ളമെന്ന് സമ്മതിക്കപ്പെട്ടു. മുഖ്യമന്ത്രിക്കെതിരെ കുഴൽനാടൻ കൊടുത്ത അവകാശ ലംഘന നോട്ടീസിന് മുഖ്യമന്ത്രി കൊടുത്ത വിശദീകരണത്തിൽ കുഴൽനാടൻ പറഞ്ഞത് സത്യം എന്ന് സമ്മതിച്ചു. സ്വപ്നയെ നിയമിച്ച കമ്പനിയുടെ MD ജേക്ക് ബാലകുമാർ പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുടെ മെന്ററാണ് എന്ന കുഴൽനാടന്റെ വാദം അംഗീകരിക്കപ്പെട്ടു. അതേക്കുറിച്ച് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം എന്ന ചിത്രീകരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കായി ഭൂഷണം. സ്വപ്ന പറഞ്ഞതെല്ലാം സത്യമാകുന്നു എന്ന സൂചനകളാണ് തെളിയുന്നത്. ഇടതുമുന്നണി ആവേശത്തോടെ കൊണ്ടുനടന്ന ഒരു കുപ്രസിദ്ധയായ സ്ത്രീ കൊടുത്ത പീഡന പരാതികളെല്ലാം അന്വേഷണ സംഘം തള്ളുന്ന കാലത്താണ് ഈ റൂളിംഗ് വന്നത്. സത്യം പുറത്തുവരും എന്ന് സത്യം. ഒരിക്കൽ കൂടി മുൻ മന്ത്രി KT ജലീൽ രക്ഷപ്പെടുന്നു. 2022 ഓഗസ്റ്റ് 12 കശ്മീരിൽ വെച്ച് പാകിസ്ഥാനികളെ പോലെ പാകിസ്ഥാനിലെ കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്നും ഇന്ത്യൻ യൂണിയൻ കാശ്മീരിനെ ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്നും ചിത്രീകരിച്ചതിൽ നിയമസഭയുടെ ചട്ടലംഘനം ഇല്ലെന്ന് സ്പീക്കർ ഷംസീർ വിധിച്ചു. കുഴൽനാടൻ ഇക്കാര്യത്തിൽ സ്പീക്കർക്ക് നൽകിയ പരാതിയിലുള്ള തീരുമാനമായിട്ടാണ് സ്പീക്കർ ഇങ്ങനെ പറഞ്ഞത്. അതോടെ ഒരു പരാതിയിൽ നിന്നുകൂടി അദ്ദേഹം രക്ഷപ്പെട്ടു. അന്ന് പേടിച്ച് നടുപാതിരായിക്ക് വിമാനം കയറി കൊച്ചിയിലേക്ക് ഒളിച്ചോടിയതെല്ലാം മറന്ന പോലായി. എന്നാൽ അന്നു തന്നെ ഭരണകക്ഷിക്കാരനായ ജലീലിന്റെ മൈക്ക് നിയമസഭയിൽ ഷംസീറിന് ഓഫ് ചെയ്യേണ്ടി വന്നത് ഇടതുപക്ഷത്തിന് ജലീൽ ഉണ്ടാക്കാൻ പോകുന്ന തലവേദനയുടെ സൂചനയായി. മയക്കുമരുന്നിനെതിരെ സർക്കാർ കാണിക്കുന്ന ജാഗ്രതയ്ക്ക് നേർ വിപരീതമാവുകയാണ് കേരള പോലീസ് ഇക്കാര്യത്തിൽ പുലർത്തുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരോടുള്ള വാത്സല്യം. കേരളത്തിലെ പോലീസിലുള്ള 55,000 പോലീസുകാരിൽ 1.5% കൃത്യമായി പറഞ്ഞാൽ 828 പേരാണ് ക്രിമിനലുകൾ എങ്കിലും അവരുടെ സാന്നിധ്യം വളരെ പ്രകടമാവുകയാണ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി എടുക്കുന്നതായി മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു. 2016 ശേഷം ഇത്തരം 8 പേരെ പിരിച്ചുവിട്ടെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. പോലീസ് ശത്രുപക്ഷത്തോ എന്ന് കരുതത്തക്ക വിധമാണ് കാര്യങ്ങൾ. ലഹരിക്കാരോട് വലിയ അടുപ്പം കാണിക്കുന്നതായാണ് അടയാളങ്ങൾ. വടകര അഴിയൂരിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി കാരിയർ ആകുവാൻ നിർബന്ധിക്കപ്പെട്ട സംഭവത്തിൽ കുട്ടി പറഞ്ഞ പ്രതികൾക്കെതിരെ നടപടി എടുക്കുന്നില്ല. ഒരു യുവതി കൊടുത്ത ബിസ്ക്കറ്റിലൂടെയാണ് കുട്ടിയെ മയക്കുമരുന്നിൽ എത്തിച്ചത്. പിന്നീട് മയക്കുമരുന്ന് കുത്തിവെച്ചു. സ്കൂൾ ബാഗുകളിൽ ഡ്രഗുമായി തലശ്ശേരിക്ക് പോകാൻ ഇടയാക്കി. ചെമ്പോള പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്ത സ്ത്രീ പരിസരത്ത് ഉണ്ടായിരുന്നു. സ്ഥലത്ത് വന്ന 2 DYFI പ്രവർത്തകർ നിഷാദും ഫസിലും കുട്ടിയെ ഭീഷണിപ്പെടുത്തി. പോലീസും സഹായിച്ചില്ല. അവർ ചോദിച്ചത് തെളിവാണ്. കേസ് മൂടിവെക്കാൻ DYFI പ്രവർത്തകർ ശ്രമിക്കുന്നതായി വീട്ടുകാർ പറയുന്നു. കാരിയർ ആകുവാൻ വിസമ്മതിച്ചപ്പോൾ തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ചെന്ന് കുട്ടി പറഞ്ഞു. ഇതെല്ലാം കേട്ട് പോലീസ് തയ്യാറാക്കിയ FIR-ൽ ഡ്രഗിന്റെ കാര്യം ഇല്ല. അതാണ് പോലീസിന്റെ കരുതൽ. പ്രതിയെ സ്വന്തം ജാമ്യത്തിലും വിട്ടു. DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടും ഒന്നും നടക്കുന്നില്ല. ലൈംഗിക പീഡന കേസിലെ പ്രതിയായ സർക്കിൾ AV സൈജുവിനെ പിടിക്കാനായില്ല. മലയൻകീഴിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച കേസിൽ വ്യാജരേഖ ഉണ്ടാക്കിയതിന് സസ്പെൻഷനിലായ കേമനാണ് അദ്ദേഹം. ഡോക്ടറുടെ കേസിൽ ജയിലിലായി. ജാമ്യം കൊടുക്കുമ്പോൾ ഹൈക്കോടതി കൃത്യമായി പറഞ്ഞ വ്യവസ്ഥകൾ ലംഘിച്ചെങ്കിലും പോലീസ് ഒരു നടപടിയും എടുക്കുന്നില്ല. പീഡന പരാതി കൊടുത്തവരെ പോലീസ് പീഡിപ്പിക്കുന്നു. കേസ് ഒത്തുതീർക്കണം എന്ന് പോലീസ് തന്നെ നിർബന്ധിക്കുന്നു. പരാതിക്കാരി SBD ശില്പയ്ക്കും പരാതി കൊടുത്തിട്ടും നടപടി ഇല്ല. ഭീമ കൊറേഗാവ് കേസിൽ പ്രതിയാക്കപ്പെട്ട് ദേശീയ സുരക്ഷാ ഏജൻസി തടവിലാക്കിയ ഫാദർ സ്റ്റാൻസ്വാമിക്കെതിരെ NIA ഹാജരാക്കിയ തെളിവുകൾ കെട്ടിച്ചമച്ചവ. അമേരിക്കയിൽ ഫോറൻസിക് സ്ഥാപനമായ ബോസ്റ്റണിലുള്ള ആൾസൺ കൺസൾട്ടിംഗിന്റെ കണ്ടെത്തൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. സ്വാമിയുടെ അഭിഭാഷകരാണ് സ്വാമിക്കെതിരായ തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയത്. മാവോയിസ്റ്റുകൾ എഴുതിയ കത്തുകൾ എന്ന് NIA വാദിച്ചവ ഉൾപ്പെടെ 44 രേഖകൾ അവർ പരിശോധിച്ചു. 2014 മുതൽ 5 വർഷം കൊണ്ട് സ്വാമിയുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്താണ് കത്തുകൾ ഉൾപ്പെടെ സൃഷ്ടിച്ചത്. 2019 അദ്ദേഹം അറസ്റ്റിലാകുന്നതുവരെ കമ്പ്യൂട്ടറിൽ കൃത്രിമം.
നെറ്റെവെയർ എന്ന മാൽവെയർ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തത്. 2014 ഒക്ടോബറിലാണ് ഹാക്കർ ആദ്യമായി അതിൽ കടന്നത്. നിരന്തരം നിരീക്ഷിക്കുകയും വ്യാജമെയിൽ ഉൾപ്പെടെ നിക്ഷേപിക്കുകയും ചെയ്തു. സ്വാമിക്കെതിരെ കൊണ്ടുവന്ന വലിയ ആരോപണമായിരുന്നു വിജയൻ ദാദയോട് മുതിർന്ന BJP നേതാക്കൾക്കെതിരെ ആക്ഷൻ എടുക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 2017 സ്വാമി എഴുതിയ കത്ത്. ഈ കത്ത് ഹാക്കർ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചതാണ്. മാവോയിസ്റ്റ് ബന്ധമുള്ള പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിക്ക് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആൾബലവും ആയുധശേഷിയും സംബന്ധിച്ചുള്ള രേഖയും ഹാക്കർ കടത്തിവിട്ടതാണ്. NIA ഹാജരാക്കിയ കത്തുകൾ അടക്കമുള്ള തെളിവുകൾ വ്യാജമാണെന്നും തന്നെ പ്രതിയാക്കുവാൻ കെട്ടിച്ചമച്ചതാണെന്നും സ്വാമി കോടതിയെ ധരിപ്പിച്ചിരുന്നു. കമ്പ്യൂട്ടറിൽ ഒളിപ്പിച്ച നിലയിൽ ഉണ്ടാക്കിയിരുന്ന ഫോൾഡറുകളിൽ ഒന്നുപോലും സ്വാമി ഒരിക്കലും തുറന്നിട്ടില്ല. മയക്കുമരുന്ന് കൊണ്ടുവന്നു വെച്ച ശേഷം പിടിക്കാറുണ്ട് പോലീസ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്ത് കയറ്റിയ ശേഷം പിടിക്കുന്നു. ജാർഖണ്ഡിൽ പ്രവർത്തിച്ചിരുന്ന ഈശോ സഭ വൈദികനായ സ്വാമി നരകതുല്യമായ യാതനകൾ സഹിച്ചാണ് ജയിലിൽ മരിച്ചത്. പാർക്കിൻസൺസ് രോഗിയായിരുന്ന അദ്ദേഹത്തിന് വെള്ളം കുടിക്കുവാൻ ഒരു സിപ്പർ വേണമെന്ന ആവശ്യം പോലും ഏറെ കാലത്തേക്ക് അംഗീകരിച്ചില്ല. 83 വയസ്സിലാണ് തടവിലായത്. ജയിലിൽ മരിച്ചു. വെള്ളം കുടിക്കുവാൻ സ്ട്രോ കൊടുത്തില്ല. നീതിമാന്റെ ചോരയുടെ നിലവിളി ഭാരതത്തിന്റെ അന്തസ്സിനു തന്നെ ഹാനികരമാണ്. ED എടുക്കുന്ന കേസുകളെക്കുറിച്ച് ആം ആദ്മിയുടെ സഞ്ജയ് സിംഗ് രാജ്യസഭയിൽ പറഞ്ഞ കണക്കുകൾ കൗതുകകരങ്ങളാണ്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ 3000 കേസുകൾ സർക്കാർ എടുത്തിരിക്കുന്നു. സർക്കാരിന് വേണ്ടപ്പെട്ടവരെല്ലാം രക്ഷിക്കപ്പെടുന്നു. വിജയ് മല്യ, ലളിത് മോദി, നീരജ് മോദി, കർണാടകയിലെ റെഡ്ഡി സഹോദരന്മാർ തുടങ്ങിയവരുടെ ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ജയദീപ് ധൻഖർ മുന്നറിയിപ്പ് നൽകി. അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ നടപടി. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കം ചെയ്യുന്നതിനുള്ള നിയമ ഭേദഗതി പാസാക്കുന്നതിനായി വിളിച്ചുകൂട്ടപ്പെട്ട 15ാം കേരള നിയമസഭയുടെ 7ാം സമ്മേളനം ഡിസംബർ 15-ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞെങ്കിലും നിയമസഭ പ്രൊവോക്ക് ചെയ്യാത്തത്, അതായത് സമ്മേളനം അവസാനിച്ചതായി മന്ത്രിസഭ തീരുമാനിച്ച് സ്പീക്കർ വഴി ഗവർണറെ അറിയിച്ച് അക്കാര്യം ഗവർണറുടെ വിജ്ഞാപനമായി പുറത്തിറക്കാത്ത സാഹചര്യം പരത്തുന്ന അഭ്യൂഹങ്ങൾ ഗുരുതരമായ ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കും. ഭരണത്തലവനായ ഗവർണറുമായി നടത്തുന്ന പോരാട്ടം സർക്കാരിനാവും കൂടുതൽ പരിക്കുണ്ടാക്കുക, ഒപ്പം ജനങ്ങൾക്കും. നിയമസഭ പ്രൊവോക്ക് ചെയ്യാതെ സമ്മേളനം തുടർന്നാൽ സർക്കാരിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കി ബഡ്ജറ്റ് അവതരിപ്പിച്ച് കാര്യങ്ങൾ നടത്താനാകും എന്ന തരത്തിലാണ് സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ചിത്രീകരിക്കപ്പെടുന്നത്. നിയമസഭ പ്രൊവോക്ക് ചെയ്തില്ലെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനാവില്ല എന്ന ബുദ്ധിമുട്ട് സർക്കാരിനുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഗവർണർ ഓർഡിനൻസുകളിൽ കണ്ണടച്ച് ഒപ്പിടില്ല എന്നതുകൊണ്ട് ഇതുമൂലം സർക്കാരിനുണ്ടാകുന്ന തലവേദന ഇപ്പോൾ വളരെ വലുതാവില്ല. എന്നാൽ മുന്നോട്ട് പോകുന്തോറും സഭ പ്രൊവോക്ക് ചെയ്യേണ്ടി വരും. ചില ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഭരണം ബുദ്ധിമുട്ടിലാകും. ഭരണഘടന അനുസരിച്ചും കേരള നിയമസഭയുടെ നടപടിച്ചട്ടങ്ങൾ അനുസരിച്ചും അത്ര എളുപ്പമായിരിക്കില്ല ഈ നീക്കം. ഭരണഘടന അനുസരിച്ച് ഓരോ വർഷത്തെയും ആദ്യ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കണം. ഈ പ്രമേയത്തിന് സർക്കാർ അവതരിപ്പിക്കുന്ന നന്ദി പ്രമേയത്തിന്മേൽ സഭ ചർച്ച നടത്തണം. നന്ദി പ്രമേയം പാസ്സാകാതിരുന്നാൽ സർക്കാർ രാജിവെക്കണം. അതായത് ഭരണഘടന സംസ്ഥാന സർക്കാരിനെ ശരിക്കും ബുദ്ധിമുട്ടിലാക്കുകയാണ്. സർക്കാരിന് ഇഷ്ടമല്ലാത്ത ഗവർണറെ കൊണ്ടായാലും നയപ്രഖ്യാപന പ്രസംഗം വായിപ്പിച്ചേ മതിയാവൂ. 2022 ജനുവരിയിൽ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുവാൻ വിസമ്മതിക്കുകയും അവസാനം പൊതുഭരണ സെക്രട്ടറിയെ ബലി കൊടുത്ത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ 2023 കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. സർക്കാരും ഗവർണറും തുറന്ന പോരാട്ടത്തിലാണ്. അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കി ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനാണ് നീക്കം എന്നാണ് പ്രചരണം. നിയമസഭ പ്രൊവോക്ക് ചെയ്യാത്തതുകൊണ്ട് സർക്കാരിന് അതിന് സാധിക്കാം. നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കി സർക്കാർ നടത്തുന്ന എല്ലാ നടപടികളും നിയമവിരുദ്ധമാണെന്ന് 1965 കൽക്കട്ട ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്നും സുപ്രീം കോടതി വിധി മൂലം ഒഴിവാക്കപ്പെട്ട ഉദ്യോഗസ്ഥയ്ക്ക് മുഴുവൻ പ്രതിഫലവും തിരിച്ചടക്കേണ്ടി വന്നതുപോലെ നിയമപ്രകാരമല്ലാതെ ചെയ്യുന്നതെല്ലാം പ്രശ്നമാവും. ഇനി നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കി സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ബഡ്ജറ്റ് അവതരണത്തിന് മുതിർന്നാലും ഗവർണറുടെ കോർട്ടിൽ വീണ്ടും പന്തെത്തും. ബഡ്ജറ്റ് അവതരണം സംബന്ധിച്ച
ഭരണഘടനയുടെയും നിയമസഭയുടെയും ചട്ടങ്ങളിൽ ചില വലിയ കടമ്പകളുണ്ട്. നിയമസഭയുടെ നടപടിക്രമത്തിലെ 139 ചട്ടം അനുസരിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് ഗവർണർ അനുവദിക്കുന്ന ദിവസമാണ്. ആ അനുമതി ഗവർണർ കൊടുക്കാതിരുന്നാൽ സർക്കാർ എന്ത് ചെയ്യും? നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞിട്ട് മതി ബഡ്ജറ്റ് എന്ന് ഗവർണർ ശഠിച്ചാലോ? മാത്രവുമല്ല, ഫിനാൻസ് ബിൽ സംബന്ധിച്ചുള്ള ഭരണഘടനയുടെ 199 വകുപ്പ് അനുസരിച്ച് ഗവർണറുടെ മുൻകൂട്ടിയുള്ള അനുവാദം കൂടാതെ സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നും ചെലവ് വരുന്ന ഒരു കാര്യവും സർക്കാരിന് നിയമസഭയിൽ കൊണ്ടുവരാനാകില്ല. 199 വകുപ്പിന് 6 ഉപവകുപ്പുകളുമുണ്ട്. അതുപോലെ നികുതി നിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള ഭരണഘടനയുടെ 207 വകുപ്പിലെ 1 മുതൽ 3 വരെയുള്ള ഉപവകുപ്പുകൾ അനുസരിച്ചും ധനകാര്യ ബില്ലിനും ഭേദഗതി നിയമത്തിനും ഗവർണറുടെ മുൻകൂർ അനുമതി വേണം. ചില ബില്ലുകൾ അനുമതി ഇല്ലാതെ അവതരിപ്പിക്കാം. എങ്കിലും വകുപ്പ് തിരിച്ചുള്ള ചർച്ചയ്ക്ക് മുമ്പ് ഗവർണറുടെ അനുമതി തേടണം. ഈ അനുമതികൾ നൽകുവാൻ ഗവർണർ വിസമ്മതിച്ചാൽ സർക്കാർ വെള്ളത്തിലാകും. നിയമം പാസാക്കാനാവില്ല. നിയമനപരമായ സാധ്യതകൾ ദുർവിനിയോഗിച്ചാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. മാർച്ച് 31-നകം ബഡ്ജറ്റ് പാസ്സാകാതെ വന്നാൽ ജനുവരി മുതൽ സഞ്ചിത നിധിയിൽ നിന്നും ഒരു പൈസ പോലും ചിലവാക്കാനാവാതെ വരും. ഗവർണറും ഏറ്റുമുട്ടലിന്റെ പാതയിൽ തന്നെയാണ്. സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച് ഉണ്ടായ ഹൈക്കോടതി വിധിക്കെതിരെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. ഇപ്പോൾ നിയമസഭ പാസാക്കിയ ചാൻസലർ പദവി സംബന്ധിച്ചുള്ളതുപോലുള്ള ബില്ലുകൾ മൂലം സഞ്ചിത നിധിയിൽ നിന്നും ചിലവുണ്ടാകുന്ന പക്ഷവും ഗവർണറുടെ മുൻകൂട്ടിയുള്ള അനുമതി കൂടാതെ ബിൽ അവതരിപ്പിക്കാനാകില്ല. കേരളത്തിലെ 14 സർവകലാശാലകൾക്ക് 14 ചാൻസലർമാരെ നിയമിക്കുവാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമത്തിൽ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പറയാത്തത് ഇതുകൊണ്ടാണ്. പറഞ്ഞാൽ സഞ്ചിത നിധിയിൽ നിന്നും ചിലവ് വരും. അപ്പോൾ ഗവർണറുടെ അനുമതി തേടേണ്ടി വരും. അദ്ദേഹം വൈകിച്ചാൽ ബില്ല് അവതരിപ്പിക്കുവാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഇവരെ പ്രതിഫലമില്ലാതെ നിയമിക്കാം എന്നാണ് സർക്കാർ വാദിച്ചത്. വാസ്തവത്തിൽ ഈ സമീപനം തന്നെ വലിയ കാപട്യമാണ്. ഓരോ ചാൻസലർക്കും കോടിക്കണക്കിന് രൂപ ചെലവ് വരും. ആ പദവികൾ വൃദ്ധരായ സഖാക്കൾക്ക് വരെ ഇഷ്ടദാനമായി കൊടുക്കുകയും ചെയ്യാം. അവരുടെ താമസം, യാത്ര, ചികിത്സ എല്ലാം ജനങ്ങളുടെ ചെലവിൽ നടത്തുകയും ചെയ്യാം. ഗാദി ബോർഡ് വൈസ് ചെയർമാന് സഞ്ചരിക്കുവാൻ 35 ലക്ഷം രൂപയുടെ കാർ വാങ്ങാൻ അനുമതി കൊടുത്തവർ ചാൻസലർക്ക് വേണ്ടി എന്താവും ചെയ്യാതിരിക്കുക? കോടികൾ ചെലവാക്കും. അക്കാര്യം നിയമത്തിൽ പറഞ്ഞാൽ ഗവർണറുടെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങേണ്ടി വരും. അതുകൊണ്ട് വേറെ ചില വാദങ്ങൾ പറഞ്ഞു. അതല്ല നടക്കാൻ പോകുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? കേരളത്തിൽ ആദ്യമല്ല തലേവർഷത്തെ സമ്മേളനം പുതുവർഷത്തിലേക്ക് തുടരുന്നത്. 1989-ൽ നായനാർ സർക്കാരും അന്നത്തെ ഗവർണർ റാം ദുലരി സിൻഹയുമായി ഏറ്റുമുട്ടി. നായനാർ സർക്കാർ ഡിസംബറിലെ സമ്മേളനം ജനുവരിയിലേക്ക് നീട്ടി. ഫെബ്രുവരി വരെ തുടർന്നു. സമ്മേളന കാലത്ത് ചാൻസലറുടെ നടപടികളിൽ സഭ അതൃപ്തി രേഖപ്പെടുത്തുന്ന പ്രമേയം വരെ പാസാക്കി. പക്ഷേ ബഡ്ജറ്റ് കാര്യം നോക്കിയില്ല. ഫെബ്രുവരി അവസാനം പെട്ടെന്ന് സമ്മേളനം നിർത്തിവെച്ച് സഭ പ്രൊഗോങ് ചെയ്ത് പുതിയ സമ്മേളനം വിളിച്ചുകൂട്ടി. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയും പിന്നീട് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. തെലുങ്കാനയിൽ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവും ഒക്ടോബറിൽ കൂടി സമ്മേളനം പ്രൊഗോങ് ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. അവിടെയും നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കാനോ നീട്ടിവെക്കാനോ ആണ് പരിപാടി. ഗവർണറുടെ ക്രിസ്മസ് വിരുന്ന് പോലും ബഹിഷ്കരിച്ച പിണറായി ഗവർണറുമായുള്ള അനുരഞ്ജനത്തിനുള്ള മനോഹരമായ അവസരമാണ് കളഞ്ഞുകുളിച്ചത്. മാത്രവുമല്ല, കുറെ ക്രൈസ്തവരുടെ മനസ്സിൽ പിണറായിയോടും അദ്ദേഹം പ്രസംഗിക്കുന്ന മതേതരത്വത്തോടും വല്ലാത്ത മനംപുരട്ടലും ഉണ്ടായിട്ടുണ്ട്. പകരം ഒരു വിരുന്ന് നടത്തിയതുകൊണ്ട് ബഹിഷ്കരിച്ചതിന്റെ ക്ലാവ് മാറില്ലല്ലോ. മറ്റു ചില സമുദായക്കാരുടെ വിരുന്നായിരുന്നുവെങ്കിൽ ഇതാവുമായിരുന്നോ പിണറായിയുടെ സമീപനം എന്ന ചോദ്യം നല്ല വിഭാഗം ക്രൈസ്തവരിലും ഉയരുന്നുണ്ട്. മതപരമായ ആഘോഷങ്ങളുടെ ഭാഗമായി സർക്കാർ വിരുന്നുകൾ ശരിയല്ല എന്നും അത് മതേതരത്വത്തെ തളർത്തുകയും വർഗീയതയെ വളർത്തുകയും ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുമായ ക്രൈസ്തവർക്കും പലർക്കും ഈ ചിന്തയുണ്ട്. ഗവർണറുമായുള്ള ഉടക്കുമൂലം അദ്ദേഹത്തെ പാടെ ബഹിഷ്കരിക്കുവാൻ മുഖ്യമന്ത്രിക്കാവുമോ? ഡിസംബർ 14-ന് നടന്ന വിരുന്നിൽ പങ്കെടുക്കാത്ത മുഖ്യമന്ത്രി 15-ന് നിതിൻ ഗഡ്കരിയുടെ പരിപാടിയിൽ ഒന്നിച്ചില്ലേ? ഇനി ജനുവരി 26-ന് ഗവർണർ പതാക ഉയർത്തുമ്പോൾ ബഹിഷ്കരിക്കാനാവുമോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് രാജ്ഭവനിൽ ഒരു ക്രിസ്മസ് വിരുന്ന് എന്നാണ് പഴമക്കാർ പറയുന്നത്. ഓണത്തിനോ ഈദിനോ ഒന്നും രാജ്ഭവൻ വിരുന്ന് നടത്തിയ കഥകളില്ല. സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഒരു അറ്റ് ഹോം നടത്താറുണ്ട്. അതാണ് എക്കാലത്തെയും പാരമ്പര്യം.
അതിൽ നിന്നും ഭിന്നമായി ആരിഫ് മുഹമ്മദ് ഖാൻ ക്രിസ്മസ് വിരുന്ന് നടത്തി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാക്കന്മാർ പുതുവത്സര സമ്മേളനത്തിന് പത്രക്കാർക്ക് ഒരു വിരുന്ന് നടത്തുന്ന പതിവുണ്ടായിരുന്നു. 1990കളോടെ അത് ഇല്ലാതായി. ധനമന്ത്രിയായിരിക്കെ മാണി ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ സമാപനത്തിൽ പത്രക്കാർക്ക് വിരുന്ന് നടത്തിയിരുന്നു. പല മന്ത്രിമാരും മുൻപ് ഇഫ്താർ വിരുന്നുകൾ നടത്തിയിട്ടുണ്ട്. CH മുഹമ്മദ് കോയയാണ് മന്ത്രിയായിരുന്ന കാലത്ത് അതിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം പക്ഷേ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കിയാണ് ഇഫ്താർ വിരുന്ന് നടത്തിയിരുന്നത് എന്നാണ് അക്കാലത്ത് കേട്ടിരുന്നത്. പിൻകാലത്ത് കരുണാകരൻ അടക്കമുള്ള കോൺഗ്രസ് മന്ത്രിമാരും ലീഗ് മന്ത്രിമാരും ഇഫ്താർ വിരുന്ന് നടത്തിയിരുന്നു. ആരും ക്രിസ്മസ് വിരുന്ന് നടത്തിയതായി ഓർമ്മയില്ല. 1976 മുതൽ 2015 വരെ കേരളത്തിൽ മിക്കവാറും കാലം മന്ത്രിയായിരുന്ന KM മാണിയും ക്രിസ്മസ് വിരുന്ന് നടത്തിയിട്ടില്ല. പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയ ഒരു ഇഫ്താർ വിരുന്ന് വലിയ രാഷ്ട്രീയ സംഭവമായി. അക്കാലത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി ഉടക്കി നിന്ന K കരുണാകരൻ ആ യോഗത്തിൽ സംബന്ധിച്ചതാണ് ആ വിരുന്നിന് വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തത്. അതിലൂടെ കരുണാകരനെ കോൺഗ്രസ് വിടാൻ ധൈര്യം കൊടുത്ത പിണറായി പക്ഷേ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കാനാവാതെ പെരുവഴിയിലാക്കി. അവസാനം കാലുപിടിച്ച് കോൺഗ്രസിൽ തിരിച്ചു കയറേണ്ടി വന്നു സാക്ഷാൽ ലീഡർക്ക്. ക്രൈസ്തവ മുന്നേറ്റത്തിനായി UCF നടത്തിയ കേരള യാത്ര കേരളത്തിലെ ക്രൈസ്തവരുടെ പുതിയ യോജിപ്പിന് കളമൊരുക്കുന്നു. നാടിന്റെ നവോത്ഥാനത്തിൽ ക്രൈസ്തവരുടെ സംഭാവന പോലും ഇന്നത്തെ മിക്ക ക്രൈസ്തവർക്കും അറിയില്ല എന്ന സത്യം അവർ ചൂണ്ടിക്കാണിച്ചു. ഭാരതത്തിൽ നവോത്ഥാന നേതൃത്വം വഹിച്ചത് ക്രൈസ്തവരാണ്. സതിക്കെതിരെ ശബ്ദമുയർത്തിയതും പിന്നോക്കക്കാർക്ക് വിദ്യാഭ്യാസം കൊടുത്തതും ഉച്ചനീചത്വത്തിനെതിരെ വിരലുയർത്തിയതും പട്ടികജാതിക്കാർക്ക് അറിവ് കൊടുത്തതും എല്ലാം ക്രൈസ്തവരാണ്. പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ, ബേസൽ മിഷണറിമാർ, ലണ്ടൻ മിഷൻ സൊസൈറ്റിക്കാർ, ആംഗ്ലിക്കൻസ് തുടങ്ങിയവരെല്ലാം നടത്തിയ സംഭാവനകൾ അനുസ്മരിക്കപ്പെടണം. കൂട്ടായ നല്ല തുടക്കമാണ് അവർ കുറിച്ചത്. മന്ത്രി VN വാസവൻ നിയമസഭയിൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ ഉപമ വലിയ പൊല്ലാപ്പായി. അമിതാഭ് ബച്ചനെ പോലെ ഇരുന്ന കോൺഗ്രസ് ഇന്ദ്രൻസിനെ പോലെ ആയെന്നായിരുന്നു ഉപമ. അത് കേട്ട സോഷ്യൽ മീഡിയക്കാർ ഇളകി. ബോഡി ഷേമിംഗ് നടത്തി എന്നായി ആക്ഷേപം. തന്റെ പരാമർശം രേഖയിൽ നിന്നും നീക്കാൻ മന്ത്രി എഴുതി കൊടുത്തു. സതീശനും ആവശ്യപ്പെട്ടു. ഇന്ദ്രൻസ് പക്ഷേ തികച്ചും ഭാവാത്മകമായി നേരിട്ടു. അതിലെന്താ പ്രശ്നം എന്ന് അദ്ദേഹം ചോദിച്ചു. വാസവന്റെ ഒറിജിനൽ പ്രയോഗമല്ല അത്. പണ്ട് ലല്ലു പ്രസാദ് BJPയെ കുറിച്ച് പറഞ്ഞതാണ്. ഹേമാമാലിനിയെ പോലെ ആക്കാം എന്ന് പറഞ്ഞു അവർ അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഓം പുരിയെ പോലാക്കി എന്നായിരുന്നു പ്രതികരണം. അത് കേട്ട ലോകസഭ കുലുങ്ങിച്ചിരിച്ചു. ആരും ബോഡി ഷേമിംഗ് ഒന്നും പറഞ്ഞില്ല. നാം പുരോഗമിക്കുന്നോ അതോ ഹിമാചലിൽ ഉണ്ടായിരുന്ന ഒരു CPM സീറ്റും പോയ കാര്യം വാസവൻ ഓർത്തില്ല. അത് വേറെ കഥ. കുറ്റം പറയുന്നവർ അങ്ങനെയാണ്. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.